റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യട്ടോ. ഹൈ ഫ്രണ്ട്സ്, ഞാനാണ് നിങ്ങളെ സ്വന്തം അത് കട നിൽക്കട്ടെ. നമുക്ക് തുടങ്ങല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റേത്. അപ്പോൾ ഇവിടെ വരുത്തിന് ഫോർച്യൂണർ വാങ്ങാൻ വേണ്ടി പേര് ഫാമിലി ബ്ലോഗാണ് തല്ലുണ്ടാക്കിയത്. എന്നെ പയ്യന് പറയാം, ഒന്നും പറയാ. അങ്ങനെ അവർ ഫോർച്യൂണർ വാങ്ങി അടവില്ലാതെ ഫുൾ പേയ്മെൻറ്റിൽ. ഇമ്മാതി അവരെ എന്ത് ചെയ്യാനാ? എന്നിട്ട് ആ വീഡിയോക്ക് 5-6 മില്യൺ. സാധാരണക്കാരുടെ വീഡിയോ കാണാനും ഇവിടെ ആരുമില്ല. അത് കണ്ടാണ്ട് വേറെ വ്യക്തി ഫോർച്യൂണർ വാങ്ങി അതേമാതിരി അഭിനയിക്കണം. അപ്പം നമുക്ക് ആ വീഡിയോസ് കണ്ടേ. അപ്പം നമുക്ക് നമുക്കൊരു ഫോർച്യൂണർ എടുത്താലോ? അതിന് എന്ത് വിലയാവും? 40-50 ലക്ഷം റുപ്യാവും. 40-50 ലക്ഷം റുപ്യ. അപ്പൊ നമ്മള് 3 മാസം തല്ലുണ്ടാക്കേണ്ടി വരില്ല. അതെന്തേ വരും, 3-4 മാസമൊക്കെ വരും. പിന്നെ പോയി അച്ഛനോട് സ്ക്രിപ്റ്റ് ചെയ്താൽ വരട്ടെ. നീ പോയി പറ, നീ അച്ഛന് പോയി സ്ക്രിപ്റ്റ് ചെയ്താൽ വരട്ടോ. ഇവർക്കെന്താ തലക്കെന്ത് വലിയ ഏട്ടാണ് പറയണേ. ഒരു ഫോർച്യൂണർ 50-40 ലക്ഷം റുപ്യ വേണം. വില പേര് ജനിച്ചാൽ മതി. അച്ഛനോടാണല്ലോ സ്ക്രിപ്റ്റ് ചെയ്താൽ പറഞ്ഞേ. അച്ഛന് അപ്പോൾ സിനിമയിലൊക്കെ ചാൻസ് കിട്ടിയ ആളേക്കാരല്ലേ. ഇവരെ പേരില്ലേ എല്ലാവരും ഓരോരോ ആക്ടേഴ്സാണ്. ഇവരൊക്കെ ഒരു ഫിലിമിൽ കയറിയാലേ അഭിനയിച്ച് കിടക്കും. അങ്ങനത്തെ ആൾക്കാരാണ് ഇവരൊക്കെ. വേറെ ഒരുത്തനാണ് ഇവനാണ് ഫോർച്യൂണർ വാങ്ങാൻ നോക്കുന്നത്. ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി. ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. പണ്ട് എൻ്റെ അച്ഛനൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷേ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് പറയും. പിന്നെ പെരക്കാരെ പറയും, നീ അച്ഛനെ പറയും. ഇഷ്യൂ ആണ്ടായി ഞാൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ പറയുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതേപോലെ നീ റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക. എനിക്ക് പറയാനുള്ളത് ബലമടി ആവാൻ പാടില്ല. ഉടായിപ്പാണ്. അത് വേണ്ട, നമുക്ക് നമ്മളെ തല്ലുണ്ടാക്കി വീഡിയോ എടുക്കില്ലേ, അതാണെങ്കിൽ കുറച്ചും കൂടി ഇതാവും. അപ്പം നമുക്ക് ഒരു പോർഷ വാങ്ങാം. അടി വേണ്ട, BMW വാങ്ങാം. എന്ത് പറയുന്നു?